വജൈനൽ ലൂസിനുള്ള ഒരു റെമഡി ആയിട്ട് ലേസർ സർജറി പറഞ്ഞു. അപ്പോ അതിലേക്ക് പോകാൻ എല്ലാരും പേടിച്ച് നിക്കാണ്. അതിലേക്ക് അങ്ങനെ ആരും അങ്ങനെ എത്തിയിട്ടില്ല. എന്തൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാന്റേജ്? എങ്ങനെയാണ് നമുക്ക് ആ പേടിയൊന്ന് മാറ്റാൻ പറ്റുക? അതായത് ഈ ലേസർ ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ട് വരികയാണെങ്കിലും മെഡിസിൻ വിഭാഗത്തിൽ പലതരത്തിൽ പല ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കണ്ണിന്റെ കാര്യത്തിലാണെങ്കിൽ ലേസർ സർജറീസ് ഉണ്ട്, പിന്നെ കല്ലിന്റെ കാര്യത്തിലാണെങ്കിൽ ലേസർ വെച്ചിട്ട് കല്ല് പൊട്ടിക്കുന്ന രീതിയുണ്ട്. ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ ഇത് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ വെജിനൽ ലേസർ ഉപയോഗിച്ചിട്ട് പലർക്കും ഉള്ള ആശങ്ക എന്താണെന്ന് വെച്ചാൽ അവിടെ ബേൺ ആയി പോവോ, സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ട് ആയതുകൊണ്ട് അത് ബേൺ ആയി പോവോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് കംപ്ലീറ്റ്ലി പെയിൻലെസ് ഒരു പ്രൊസീജിയറാണ്. പിന്നെ അതേമാതിരി OP പ്രൊസീജിയർ മാതിരിയാണ് നമ്മളിത് ചെയ്യുന്നത്. കാലത്ത് വന്ന് വൈകിട്ട് പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ 80% ആൾക്കാർക്കും അങ്ങനെ തന്നെ മതിയാവും. പക്ഷെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് 1-2 സിറ്റിംഗ് കൂടി വേണ്ടി വന്നേക്കാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഒട്ടും തന്നെ പേടിക്കേണ്ട ഒരു സർജറി അല്ല. വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ഡെയിലി OP പ്രൊസീജിയർ മാതിരി തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്.